ഇതുണ്ട്, ഇതൊരാളുടെ നമ്മൾ ഗ്രഹനില ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഓരോ ഗ്രഹങ്ങളുടെ ആംഗിളാണ് എഴുതിയിരിക്കുന്നത്. സൂര്യൻ നിൽക്കുന്നത് 332 ഡിഗ്രിയിലാണ്. അപ്പോൾ 332 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് 360 തീരും. അതിൽ നിന്ന് 30 കുറച്ചാൽ ഇത് 330 വരെ 30 വരെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ 320 എന്ന് പറയുമ്പോൾ അവിടെ വരും. അതെ, ഇവിടെ കൊണ്ട് 360 മൊത്തം ഉള്ളൂ. അതിൻ്റെ അകത്ത് 30 കുറച്ചാൽ 330. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 330 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 320 ആണെങ്കിൽ അവിടെ വരും. ഈ 11 എഴുതിയേക്കുന്ന ചതുരത്തിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് സൂര്യൻ നിൽക്കുന്നത് 332-ലാണ്. അപ്പോൾ അവസാനത്തേതിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത് അല്ലേ? 330 മുതൽ 360 വരെ ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ, 332 സൂര്യൻ നിൽക്കുന്നത്. 332 എന്ന് പറയുമ്പോൾ 360 വരെ ഉള്ളൂ. ഈ ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് 330 മുതൽ 360 വരെയാണ്. അപ്പോൾ 332 എന്ന് പറയുമ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് കയറി ആ 12ാമത്തെ ബോക്സിൽ കയറി തുടക്കത്തിൽ 332 വരുന്നത്. സംഭവം ഇവിടെ കിട്ടിയോ? അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഓൺലൈൻ നമ്മളെടുക്കുന്ന സംഭവത്തിനുണ്ട് ഇങ്ങനെ ഓരോ ഗ്രഹത്തിൻ്റെ ഡിഗ്രി ഉണ്ട്. ചന്ദ്രൻ അതിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. 332 331 ഈ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്ത ആ ഗ്രഹനില എന്ന് എടുത്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ആ പടത്തിൽ കാണാം. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് ഇവിടെ 12 നിൽക്കുന്നുണ്ട്. 12 332 സൂര്യൻ്റെ ഡിഗ്രി. അപ്പം 360 കഴിഞ്ഞാൽ അങ്ങോട്ട് 1ലേക്ക് പോകും, പിന്നെ 1 തുടങ്ങും. അപ്പം 332 എന്ന് പറയുമ്പോഴത്തേക്കും ഈ അവസാനത്തെ ബോക്സിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. ഒരു ചന്ദ്രൻ്റെ നോക്കി, ചന്ദ്രൻ നിൽക്കുന്നത് 131-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് എവിടാന്ന് നോക്കാം നമുക്ക്. 131 എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ വരും? 30, 60, പിന്നെ 90, 120, 120, പിന്നെ 150 ആയത് അല്ലേ? 120 മുതൽ 150 വരെ. അത് തന്നെ. 131 എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കും. കറക്റ്റ് അല്ലേ? ചന്ദ്രൻ നിൽപ്പുണ്ട്, ശരിയല്ലേ? ചന്ദ്രൻ 5 നിൽപ്പുണ്ട്. കാരണം ഇതാണ് റീസൺ. 131 ചന്ദ്രൻ്റെ ഡിഗ്രി വന്നേക്കുന്നത്. സിമ്പിളാണ്. ജസ്റ്റ് നമ്മളന്ന് ഇതുമായിട്ട് ഇതായാൽ മതി, ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇപ്പം 30 ഡിഗ്രി ഇവിടെ വരും ആദ്യത്തേത്. രണ്ടാമത്തെ വരുമ്പോൾ 60 ഡിഗ്രി വരെ, 30 മുതൽ 60 വരെ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ 60 മുതൽ 90 വരെ. നാലാമത്തേന്ന് പറയുമ്പോൾ 90 മുതൽ 120 വരെ. അഞ്ചാമത്തേന്ന് പറയുമ്പോൾ 120 മുതൽ 150 വരെ. അപ്പോൾ 130 എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് വന്നു, ഈ റേഞ്ചിലാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ രാശിചക്രത്തിൽ ഓരോ ഗ്രഹങ്ങളും നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അത്?
അത് പയ്യെ പയ്യെ മനസ്സിലാക്കിക്കോളും. അത് നമ്മൾ കാര്യം അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ തല പുകയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഇൻറ്റേർണൽ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് ആ ഒരു കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഇൻറ്റേർണലി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈസി ആവും. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ 12 രാശി അല്ലെങ്കിൽ 12 കൂറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മേടത്തിലാണ് തുടങ്ങുന്നത്. മേടം കൂറുകൾ നമ്മുടെ മലയാള മാസം ചിങ്ങത്തിലാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ കൂറുകൾ ഗ്രഹനിലയെ പറയുമ്പോൾ ഒന്നാമത്തെ കൂറ് അല്ലെങ്കിൽ ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. മേടം, ഇടവം അങ്ങനെ പോകുന്നു. അപ്പോൾ അതും ഒന്നാമത്തേത് 30 ഡിഗ്രി, അടുത്തത് പിന്നെ 31 മുതൽ 60 വരെ, പിന്നെ അങ്ങനെ 61 മുതൽ 90 വരെ, അങ്ങനെയാണ് ഓരോ ബോക്സും മൊത്തത്തിൽ 360 ഡിഗ്രി 12ാമത്തേതിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സൂര്യൻ ഓരോ ഡിഗ്രിയാണ് ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ച് 365 ദിവസം കൊണ്ടാണ് ഈ 360 ഡിഗ്രി മൊത്തം ചുറ്റുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് പോകാം.